കാണാം നമുക്ക് ഇന്നത്തെ പ്രധാന നുണ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ മാത്രം 26 വെന്റിലേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല. അടിയന്തര ചികിത്സയിൽ വേണ്ട ഈ പിഴവ് രോഗികളുടെ ജീവന് തന്നെ ഭീഷണിയാവും. റെക്കമെൻഡ് വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? റെക്കമെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും വെന്റിലേറ്റർ? അന്നേരം പറഞ്ഞു സീരിയസ് ആയ ഒരു രോഗിയെ മാറ്റിയിട്ട് ഇതിനെ അഡ്മിറ്റ് ചെയ്യും. എന്നാൽ എങ്ങനെയും ഇതിന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുമെന്ന് പറയണൊക്കെ അവർ കേട്ടില്ല. ഈ വെന്റിലേറ്ററുകൾ മാറ്റുന്നതിന് എന്താണ് കാലതാമസം? വെന്റിലേറ്ററുകൾ കൂടുതലായി ഏതെല്ലാം മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപിക്കേണ്ടതിനെ കുറിച്ച് ഗവൺമെന്റ് തീർച്ചയായിട്ടും ആലോചിക്കും. സാമ്പത്തികമായ പരിമിതികളുണ്ടെങ്കിലും റെസ്പിറേറ്ററി ഐസിയുവിലെ 6 വെന്റിലേറ്ററിൽ 5 കേടാണ്. ഉച്ച കഴിഞ്ഞാൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഡോക്ടർമാർ പോകുമായിരുന്ന അവസ്ഥ മാറ്റി വൈകുന്നേരം വരെ OP സംവിധാനം ഒരുക്കി അവിടെ 2430 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്. വീഴ്ചയാണോ? താലൂക്ക് ആശുപത്രികളെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാക്കി മാറ്റി, ജില്ലാ ആശുപത്രികളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാക്കി മാറ്റി. 10,000-ഓളം ഡോക്ടർമാരെ അവിടെ പുതിയ തസ്തികയിലേക്ക് നിയമിച്ചു. സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന രീതിയിലാണ് ഓരോ നിലയിലെയും സൗകര്യങ്ങൾ. 190 ICU ബെഡ് ഉൾപ്പെടെ 500 കിടക്കകളാണ് പുതിയ ബ്ലോക്കിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 5 മെഡിക്കൽ കോളേജിലും ഓരോ കാത്ത് ലാബാണ് ഉള്ളത്. നിലവിൽ 2 മുതൽ 6 മാസം വരെ വെയിറ്റിംഗ് ഉണ്ട് പേഷ്യൻസ്. അങ്ങനെ പോയാൽ 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ സ്വകാര്യ മേഖലയിൽ നൽകുന്ന ഒരവസ്ഥ ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്. 13 ജില്ലകളിൽ കാത്ത് ലാബുകൾ കൊണ്ടുവന്നു. ഇന്ന് കേരളത്തിൽ ഒരൊറ്റ ജില്ലയിൽ മാത്രമേ കാത്ത് ലാബ് ഇല്ലാത്തതായിട്ടുള്ളൂ. സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ രീതി അല്ല, ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നുണ്ട്. നമുക്ക് മറ്റു മരുന്നൊന്നും വെളിയിൽ നിന്ന് എടുക്കണ്ട. മന്ത്രി ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ, ഏത് സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോൾ സൗജന്യ മരുന്ന് കിട്ടുന്നത്? സർക്കാർ ആശുപത്രികളിൽ കടുത്ത മരുന്ന് ക്ഷാമം. മരുന്ന് വാങ്ങാൻ ആശുപത്രി ഫാർമസിയിലെത്തിയപ്പോൾ കിട്ടിയ മറുപടി ഇങ്ങനെ: ഒന്നുമില്ല. ഗർഭിണികൾക്ക് ആവശ്യമായ കാൽസ്യം ഗുളികകൾ പോലും ആശുപത്രികളിൽ കിട്ടാനില്ല. ആദിവാസികൾക്ക് പോലും ഇന്ന് മരുന്ന് ലഭിക്കാത്ത ഒരവസ്ഥയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കോടികളാണ് കൊടുക്കാനുള്ളത്, കോടികൾ. ഇനിയും 150 കോടി രൂപ മരുന്ന് വാങ്ങിയ ഇനത്തിൽ KMCL കൊടുക്കാനുണ്ട്. ധനവകുപ്പിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നത് 50 കോടി രൂപയാണ് ഇപ്പോൾ KMCL ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. കാരുണ്യ സുരക്ഷാ പദ്ധതിക്കും ധനവകുപ്പ് തുക അനുവദിച്ചിട്ടുണ്ട്. അതായത് മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ അടക്കമുള്ള ഇടങ്ങളിലേക്ക് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി അനുവദിച്ച 65 കോടി രൂപ, അതിനുമപ്പുറത്തേക്ക് KMSSCL ധനവകുപ്പ് 50 കോടി കൂടി അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയും 100 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 1750 സ്വകാര്യ ആശുപത്രികളെ പൂട്ടിച്ച സർക്കാരാണിത്. കൂടുതൽ മെഡിക്കൽ കോളേജുകളും കൂടുതൽ കാത്ത് ലാബുകളും കൂടുതൽ ഡയാലിസിസ് കേന്ദ്രങ്ങളും കൂടുതൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്ത സർക്കാരാണിത്. അപ്പോൾ ഇത് ആരുടെ താല്പര്യമാണ്? പൂട്ടിപ്പോയ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ സമരം ചെയ്തതെന്ന ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. ഉദ്ഘാടനം ചെയ്യാൻ സമയമായോ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, മെട്രോ റെയില് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏകദേശം പൂർത്തിയായതാണ്, ഓൾമോസ്റ്റ്. പക്ഷെ കുറെ കൂടി ബാക്കിയുണ്ടായിരുന്നു വർക്ക്. ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏകദേശം പൂർത്തിയായതാണ്, ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. മെട്രോ റെയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏകദേശം പൂർത്തിയായതാണ്, ഓൾമോസ്റ്റ്. ഉദ്ഘാടനം ചെയ്തില്ലല്ലോ. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. എന്തൊക്കെ ജാതി മനുഷ്യന്മാരാണല്ലേ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പറ്റാവുന്നത്ര കളവ് പറയുക എന്നുള്ളതാണ് VD സതീശൻ എന്ന് പറയുന്ന പരനാറിയുടെ ആഗ്രഹം. ഇവനിങ്ങനെ കളവ് പറഞ്ഞാലേ നാളത്തെ മുഖ്യമന്ത്രി അല്ലടാ.